നമസ്കാരം. പടക്കളത്തിലേക്ക് സ്വാഗതം. പടക്കളം ഇന്ന് കണ്ണൂർ മണ്ഡലത്തിലാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ തലസ്ഥാനമായ കണ്ണൂരിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ കരുത്തനായ നേതാവ് കെ സുധാകരനെ അട്ടിമറിച്ചുകൊണ്ട് പി കെ സീമ ടീച്ചർ വിജയം നേടിയ മണ്ഡലത്തിൽ ആ വിജയം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള തീവ്ര ശ്രമത്തിലാണ് LDF. അതേസമയം മണ്ഡലം തിരിച്ചുപിടിക്കാൻ UDF വളരെ ശക്തമായി തന്നെ രംഗത്തുണ്ട്. സാന്നിധ്യം അറിയിക്കുന്നതിനും ശക്തി തെളിയിക്കുന്നതിനും വേണ്ടി BJPയും തെരഞ്ഞെടുപ്പിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്നു. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും KPCC ജനറൽ സെക്രട്ടറിയുമായ ശ്രീ സജീവ് ജോസഫ്, BJPയുടെ നേതാവ് ശ്രീ കെ രഞ്ജിത്ത്, CPIMന്റെ യുവ നേതാവും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ ശ്രീ KV സുമേഷ് എന്നിവരാണ്. അതുപോലെ തന്നെ ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുക്കുന്നതിന് വേണ്ടിയും നേതാക്കളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് വേണ്ടിയും മണ്ഡലത്തിലെ വോട്ടർമാരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവർക്കും പടക്കളത്തിലേക്ക് സ്വാഗതം. ആദ്യം ദേശീയ സംസ്ഥാന രാഷ്ട്രീയ വിഷയങ്ങളും മണ്ഡലത്തിലെ പൊതു കാര്യങ്ങളുമാണ് നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നത്. അത് ആദ്യം തന്നെ UDFന്റെ നിലപാട്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടക്കുന്ന 17ാമത് ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് വേദിയൊരുങ്ങുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെ പോലും നിർണായകമാകുന്ന, ചോദ്യം ചെയ്യുന്ന, നിരവധിയായ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ് എന്ന് നമുക്കറിയാം. സമസ്ത മേഖലകളിലും അരാജകത്വം സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന നരേന്ദ്രമോദി നയിക്കുന്ന BJP ഗവൺമെന്റിനെ താഴെയിറക്കുന്നതിന് വേണ്ടിയുള്ള, അതിനുവേണ്ടി ജനങ്ങൾ കാത്തിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ടാണ് ജനാധിപത്യ വിശ്വാസികൾ ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്. അതുപോലെ തന്നെ കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ദുർഭരണത്തിനെതിരെ, അവരുടെ അക്രമ രാഷ്ട്രീയത്തിനെതിരെ, കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്ന അതിനിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് നമ്മുടെ രാജ്യത്ത് നടക്കാൻ പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പരിപാവനമായ പാരമ്പര്യവും നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യവും പതിറ്റാണ്ടുകളായി നാം മുന്നോട്ട് പോകുന്ന ലോകരാജ്യങ്ങളുടെ മുൻനിരയിലേക്ക് നമ്മുടെ രാജ്യത്തെ വളരെ പ്രതീക്ഷാനിർഭരമായി നയിച്ചിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വളരെ ഉത്തരവാദിത്വ ബോധത്തോടെ, ആത്മവിശ്വാസത്തോടെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. കോൺഗ്രസ് അധ്യക്ഷൻ ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വം കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടി, ജനാധിപത്യം കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടി മതേതര കൂട്ടായ്മ പ്രഖ്യാപിച്ച് അതിന് നേതൃത്വം നൽകി ഏറ്റവും ഭീഷണിയായി ഉയർന്നു നിൽക്കുന്ന, രാജ്യത്തിന് ഏറ്റവും ഭീഷണിയായി നിൽക്കുന്ന BJPയുടെ ഭരണം, RSSന്റെ ഭരണം, നരേന്ദ്രമോദിയുടെ ഭരണം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പടയോട്ടത്തിലാണ് ശ്രീ രാഹുൽ ഗാന്ധി. അദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രാജ്യത്തെ നിരവധിയായ മതേതര പ്രസ്ഥാനങ്ങൾ, നിരവധിയായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പിന്തുണ നൽകി മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിലാണ് ഈ ചർച്ച ഇവിടെ നടക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ 5 വർഷം മുമ്പ് ജനങ്ങൾക്ക് നിരവധിയായ വാഗ്ദാനങ്ങൾ നൽകിയാണ് BJP ഗവൺമെൻറ് അധികാരത്തിൽ വന്നത്. സമയക്കുറവുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന ഒരു സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത്. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ജനങ്ങളെ, അതിർവരമ്പുകൾ സൃഷ്ടിച്ച് ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന ഒരു സർക്കാർ, ന്യൂനപക്ഷത്തെയും ദളിത് സമൂഹത്തെയും വേട്ടയാടുന്ന സർക്കാർ, അഴിമതിക്കെതിരെ സംസാരിച്ച പ്രധാനമന്ത്രിയും പാർട്ടിയും ഭരണകൂടവും ഇന്ന് അഴിമതിയുടെ പാതയിലൂടെ മുന്നോട്ട് പോവുകയാണ്. ഇനി ഒരു മിനിറ്റ് കൂടി. വ്യവസായികൾക്ക് വേണ്ടി ഭരിക്കുന്ന ഒരു ഗവൺമെന്റാണ്. അനിൽ അംബാനിക്ക് വേണ്ടി ഏതാനും വിരലിലെണ്ണാവുന്ന ഏതാനും വ്യവസായികൾക്ക് വേണ്ടി ഭരിക്കുന്ന ഒരു ഗവൺമെന്റായി ഈ ഗവൺമെന്റ് മാറിയിരിക്കുന്നു. കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധി നിലയിൽ ശ്രീ രഞ്ജിത്ത്, ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഉത്സവമാണ് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിലേക്ക് എല്ലാവരെയും ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്.
ഭാരതീയ ജനതാ പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് 5 വർഷം കഴിഞ്ഞതിന് ശേഷം വീണ്ടും നരേന്ദ്രമോദി തന്നെ അധികാരത്തിൽ വരണം എന്ന് ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്? ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഈ ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യം 5 വർഷത്തെ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്റിൻ്റെ വികസനം മുൻപിൽ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ആബാലവൃദ്ധം ജനങ്ങൾക്കും ഉപയോഗപ്രദമാകുന്ന പദ്ധതികൾ ആവിഷ്കരിച്ച ഗവൺമെൻറ് ആ പദ്ധതികൾ ജനങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിക്കുന്നത്. മാത്രമല്ല, ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ രാജ്യത്തെ ജനങ്ങളെ സംബന്ധിച്ചോളം ആത്മാഭിമാനത്തോടുകൂടി ഞാനൊരു ഇന്ത്യക്കാരനാണ് എന്ന് പറയാനുള്ള സാഹചര്യം ഉണ്ടാക്കിയ ഒരു ഗവൺമെൻറ്റാണ് നരേന്ദ്രമോദി ഗവൺമെൻറ്. നമുക്കറിയാം, വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യ എന്ന് പറയുന്ന സമയത്ത്, ഇന്ത്യക്കാരൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ തലകുനിച്ച് നടക്കേണ്ട ഒരു സാഹചര്യം കഴിഞ്ഞ 5 വർഷത്തിന് മുമ്പ് വരെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമ്മുടെ രാജ്യത്ത് വിദേശ രാജ്യങ്ങളിൽ ഞാനൊരു ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞാൽ അത് നരേന്ദ്രമോദിയുടെ നാട്ടിൽ നിന്ന് വരുന്ന ആളാണെന്ന രീതിയിൽ ആത്മാഭിമാനത്തോടുകൂടി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്. കോൺഗ്രസും അതുപോലെ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയും ഉണ്ടാക്കിയ അവിശുദ്ധ കൂട്ടുകെട്ടിനെ തകർത്തെറിഞ്ഞുകൊണ്ട് ഭാരതത്തിലെ ജനത ഇത്തവണയും നരേന്ദ്രമോദിക്ക് അനുകൂലമായി വിധിയെഴുതും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ പ്രതീക്ഷയാണ് ഭാരതീയ ജനതാ പാർട്ടി, അതിലാണ് നിൽക്കുന്നത്. കെ വി സുമേഷ്, 17ാമത് ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ രാജ്യം വളരെ ഗൗരവപൂർവ്വം ഉറ്റുനോക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് അവരുടെ മുന്നിൽ വെച്ചിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട 3 മുദ്രാവാക്യമാണ്. ഒന്ന്, BJPയുടെ ഗവൺമെൻറ്റിനെ അധികാരം നിന്നും പുറത്താക്കുക. ഒരു മതനിരപേക്ഷ ഗവൺമെൻറ് രൂപീകരണം ഉറപ്പാക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള അതിൻ്റെ മതനിരപേക്ഷ ഗവൺമെൻറ് നിലനിൽക്കുന്നു എന്ന് ഉറപ്പുവരാൻ ഇടതുപക്ഷത്തിൻ്റെ അംഗബലം വർദ്ധിപ്പിക്കുക. ഇവിടെ ബഹുമാന്യരായ 2 നേതാക്കന്മാരും പറഞ്ഞു, ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ അപമാനിക്കപ്പെട്ട് നിൽക്കുകയാണ് ഇന്ത്യ. ഇന്ത്യയുടെ മതനിരപേക്ഷത, മാനവികത, അതിൻ്റെ ജനാധിപത്യ ബോധം അപകടപ്പെട്ട് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് ഇന്ത്യ പോയി. 2ാം UPA സർക്കാരിൻ്റെ എല്ലാ കൊള്ളരുതായ്മയും, ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതി സർക്കാർ, ആ സർക്കാരിനെതിരെ രാജ്യത്ത് വലിയ പ്രക്ഷോഭം നടത്തി പെട്രോളിൻ്റെ, ഡീസലിൻ്റെ, പാചകവാതകത്തിൻ്റെ വിലവർദ്ധനവിനെതിരെ ഹർത്താൽ, ബന്ദ് സംഘടിപ്പിച്ച് ഒരു ഓൾട്ടർനേറ്റീവ് എന്ന മുദ്രാവാക്യവും ഉയർത്തി വന്ന മോഡിയുടെ ഗവൺമെൻറ് അക്ഷരാർത്ഥത്തിൽ ഇന്ത്യയെ തീർത്തും ദുർബലപ്പെടുന്ന നടപടിയാണ് സ്വീകരിച്ചത്. ഒരു ഇന്ത്യക്കാരൻ, നേരത്തെ ശ്രീ രഞ്ജിത്ത് പറഞ്ഞു തന്നെയാണ് വസ്തുത, ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ അഭിമാനത്തോടെ തലയൊടുത്ത് പിടിച്ച് നിൽക്കാൻ പറ്റുന്ന നില ഇന്നില്ല. ഇന്ത്യ അങ്ങേയറ്റം അപമാനിക്കപ്പെടുന്നു ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ. വളരെ പ്രധാനമാണ്, ഒരു രാജ്യത്ത് ഒട്ടേറെ സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തകർ, വർഗീയവൽക്കരണം ഇന്ത്യയിൽ നടത്താൻ ഭരണ സംവിധാനത്തെ ഉപയോഗിക്കുന്ന ഒരു ഗവൺമെന്റ്. തൊഴിലില്ലായ്മ 6.7, 2.1 ഉണ്ടായിരുന്ന തൊഴിലില്ലായ്മ 6.7 ആയിട്ട് ഇന്ത്യയിൽ ചരിത്രത്തിൽ ഏറ്റവും വലിയ നിലയിലെത്തി. പെട്രോളിന്റെ വില കോൺഗ്രസ് സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചുവെങ്കിൽ ഡീസലിന്റെ വില കൂടി കൊടുത്ത് BJPയും അതിനോട് സഹകരിച്ചു. പാചകവാതകത്തിന്റെ വില ഇരട്ടിയായി. BJP ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ 450 ആയിരുന്നെങ്കിൽ അത് 1000-നടുത്തെത്തി ഈ ഗവൺമെന്റിന്റെ അവസാന കാലത്തേക്ക്. ഇന്ത്യയിലെ കർഷകൻ അവർ നടത്തിയിട്ടുള്ള നഗ്നപാതരായി കാൽപൊട്ടി ചോരയൊലിക്കുന്ന വലിയ പ്രക്ഷോഭം നമ്മൾ കണ്ടതാണ്. ഇന്ത്യയെ തകർത്തു മോഡിയുടെ ഗവൺമെന്റ്. ആ ഇന്ത്യയെ രക്ഷപ്പെടുത്തണം എന്നാണ് ഇടതുപക്ഷം ഈ ഗവൺമെന്റിന്റെ ഈ ഇലക്ഷന്റെ ഭാഗമായിട്ട് ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. കേരളത്തിലെ രണ്ടാമത് ഞങ്ങൾ ഈ കേരളത്തിൽ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്ന, ജനങ്ങൾക്ക് മുന്നിൽ അണിനിരത്തുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ വികസന നേട്ടങ്ങളാണ്. UDF തകർത്ത് തരിപ്പണമാക്കി കരിമ്പിൻ തോട്ടത്തിൽ കയറി ആനയെ പോലെ ഈ കേരളത്തെ ദുർബലപ്പെടുത്തിയതാണ്. കഴിഞ്ഞ 1000 ദിവസം കൊണ്ട് ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അഭിമാനകരമായ മുന്നേറ്റം ഈ കേരളത്തിൽ ഉണ്ടാക്കി. ഈ കാര്യം ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ പറയും.
ഇവിടെ കേന്ദ്രത്തോട് രാഷ്ട്രീയമായി എതിർക്കുമ്പോഴും സംസ്ഥാന ഗവൺമെന്റ് വികസന രംഗത്ത് കേന്ദ്രം സംസ്ഥാനത്തിന് അനുവദിച്ച എല്ലാ കാര്യങ്ങളും വളരെ വേഗതയിൽ പൂർത്തീകരിക്കാൻ ആവശ്യമായ ഇച്ഛാശക്തിയോടുള്ള നിലപാട് സ്വീകരിച്ചു. ഗെയ്റ്റ് പൈപ്പ് ലൈൻ, ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് എത്ര കാലമായിട്ട് ഈ കേരളത്തിൽ കെട്ടിക്കിടന്നതാണ്. നമ്മുടെ മാഹി ബൈപ്പാസ് കണ്ണൂർകാർക്ക് ഏറ്റവും അനുഭവമുള്ള കാര്യമല്ലേ. മാഹി ബൈപ്പാസ് യാഥാർത്ഥ്യമാവുന്നു. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പൂർത്തീകരണം 10,000 കോടിയുടെ പദ്ധതിയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെയും വിമാനത്താവളത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി ഈ ജില്ലയിൽ നടപ്പിലാക്കുന്നത്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രാഷ്ട്രീയ സാഹചര്യം ചൂണ്ടിക്കാണിക്കുമ്പോൾ തന്നെ കേരളത്തിന്റെ വികസന കാര്യവും ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ ഒരു ഗവൺമെന്റ് രാഷ്ട്രീയമായി എതിർക്കുമ്പോഴും വികസന രംഗത്ത് സഹകരിച്ച് അത് നടപ്പിലാക്കാൻ ആവശ്യമായ നാഷണൽ ഹൈവേയുടെ സ്ഥലം ഏറ്റെടുപ്പ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും പോസിറ്റീവായ ഒരു ആറ്റിറ്റ്യൂഡ് ഈ ഗവൺമെന്റ് മുന്നോട്ട് വെച്ചു. ഈ മണ്ഡലം MP അതിന് ഏറ്റവും ശക്തമായിട്ട് മുന്നിലുണ്ടായി. അതുകൊണ്ട് രാഷ്ട്രീയവും വികസനവും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ ആത്മാഭിമാനത്തോടെ അഭിമുഖീകരിക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇപ്പോൾ താങ്കൾ അന്താരാഷ്ട്ര വിമാനത്താവളത്തെ പറഞ്ഞു 80% നമ്മുടെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പണി പൂർത്തീകരിച്ചതായി നിയമസഭാ മണ്ഡലത്തിൽ അവിടെ നമ്മുടെ പിണറായി വിജയൻ സംസാരിച്ചതാണ്, അവിടെ പത്രിക സമർപ്പിച്ചതാണ്. ബാക്കി 20% ടെൻഡർ കൊടുത്തിട്ടാണ് ബാക്കിയുള്ളവർ ജോലി പൂർത്തിയാക്കിയത്. ഇതുവരെ റോഡ് വികസനത്തിന് വേണ്ടി സ്ഥലം കൂട്ടിയെടുക്കാനോ മറ്റുള്ള ഒരു കാര്യത്തിനും നടപടി സ്വീകരിച്ചോ പിണറായി? തെറ്റായ കാര്യമാണ് നിങ്ങൾ ഇവിടെ ചോദിച്ചത്. കാര്യം ഇന്ത്യ ഇങ്ങനെ ആക്കിയത് കോൺഗ്രസ്സാണ്. ഇന്ത്യ ഈ നിലയിലൊന്നും ആയിരുന്നില്ല മാറേണ്ടിയിരുന്നു. ഇന്ത്യ ഇത്രയേറെ ദുർബലപ്പെടുത്തിയതിൽ ഇന്ത്യ ഏറ്റവും അതിന്റെ പ്രധാന രാഷ്ട്രീയ ഉത്തരവാദിത്തങ്ങളിൽ ഒന്ന് ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് പാർട്ടിക്കാണ്. കോൺഗ്രസ് നടപ്പിലാക്കിയ സാമ്പത്തിക നയം, ആ സാമ്പത്തിക ഒരു രാജ്യത്തിന്റെ ജനങ്ങളുടെ ജീവിത നിലവാരം തീരുമാനിക്കുന്നത് എന്താണ്? ആ രാജ്യത്തിന്റെ സാമ്പത്തിക നയമാണ്. വലതുപക്ഷ സാമ്പത്തിക നയമാണ് ഇന്ത്യയെ തകർത്തത്. തകർത്തതിന്റെ ഉത്തരവാദി പൂർണ്ണമായിട്ടും കോൺഗ്രസ് ആണ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. ഇന്റർനാഷണൽ എയർപോർട്ട് ഒരു ടോയ്ലറ്റ് ഉണ്ടാക്കുന്നു കൂട്ടുക, ക്ലോസറ്റ് ഇല്ലാതെ ബാക്കിയെല്ലാം പഠിച്ചു വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? ടോയ്ലറ്റ് ഉദ്ഘാടനം ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? അതിൻ്റെ ഉദ്ഘാടനം നടത്തി എങ്ങനെ ഉണ്ടാവും? ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ശ്രീ ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു, ഒരു മനുഷ്യൻ ആ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് എവിടത്തേക്കെങ്കിലും പറന്നോ? ഏത് സാഹചര്യത്തിലും ഇറക്കാവുന്ന ഒരു ഹെലികോപ്റ്ററോ കൊണ്ടുവന്ന് അവിടെ ഇറക്കി ഇതാണ് വിമാനത്താവളം എന്ന് പറഞ്ഞ് ഈ കണ്ണൂരിനെ പരിഹസിച്ചവരല്ലേ നിങ്ങൾ? ഇപ്പതാ 85,000 യാത്രക്കാർ യാത്ര ചെയ്തു സുഹൃത്തെ പിണറായി വിജയൻ ആ വിമാനത്താവളം ഉദ്ഘാടനം ചെയ്തിട്ട്. നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞ കറക്റ്റാ. ഞങ്ങൾ ഒരു തെറ്റായ അവകാശവാദത്തിനും പുറപ്പെട്ടിട്ടില്ല. പൂർത്തീകരിച്ച് ഉദ്ഘാടനം നടത്തണം, ഇതായിരുന്നു ഞങ്ങളുടെ കാര്യം. ആ കാര്യം ഏറ്റവും ഭംഗിയായിട്ട് നിർവഹിക്കാൻ ഇടതുപക്ഷ ഗവൺമെന്റിന് കഴിഞ്ഞു. നിങ്ങൾ പറഞ്ഞു ഇവിടെ വർഗീയമായിട്ട് മനുഷ്യനെ വേർതിരിച്ച് BJP രാജ്യം ഭരിച്ചു മുന്നോട്ട് പോകാമെന്ന്. പക്ഷേ ഇന്നത്തെ പത്രത്തിലടക്കം 2 പേര് BJPയിലേക്ക് കോൺഗ്രസിന് പോയതായിട്ട് വായിച്ചു. 100-നടുത്ത MLA-മാരും MP-മാരും ഇങ്ങനെ കോൺഗ്രസിൽ നിന്ന് പഴുത്ത മാങ്ങ വീഴുന്ന പോലെ ദിവസവും വീണുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഇങ്ങനെ വർഗീയ പാറ്റാന്ന് നിങ്ങളുടെ MP-മാർക്കോ MLA-മാർക്കോ ഒന്നും അറിയില്ലേ? കോൺഗ്രസിന്റെ കൂടുമാറ്റാണ് ചോദിച്ചത്. തീർച്ചയായിട്ടും അതിന് കൃത്യമായി മറുപടി പറയാം. നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഏറ്റവും പഴക്കം ചേർന്ന, ഏറ്റവും പാരമ്പര്യമുള്ള, ഏറ്റവും വലിയ മഹത്തായ ജനാധിപത്യ പ്രസ്ഥാനം. ഒരുപക്ഷെ ഏതാനും പാർട്ടി പ്രവർത്തകരോ അല്ലെങ്കിൽ MP-മാരോ MLA-മാരോ പാർട്ടി വിട്ടിട്ട് പോയിട്ടുണ്ട്, നേതാക്കൾ പോയിട്ടുണ്ട്. ഞാനത് നിഷേധിക്കുന്നില്ലല്ലോ. നമ്മുടെ രാജ്യത്തുനിന്നല്ല ലോകത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ പാർട്ടി വിട്ടിട്ടുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് വിട്ടിട്ടില്ലേ? CPM-ന്റെ എത്ര നേതാക്കന്മാർ മാറിയിട്ടുണ്ട്? കേരളത്തിലെ ഒരേ ഒരു MLA ആണ് പാർട്ടി മാറിയിട്ടുള്ളത്, BJPയിലേക്ക് പോയിട്ടുള്ളത്. കോൺഗ്രസിൽ നിന്ന് ആരും ഒരു MLA-യും പോയിട്ടില്ല. ഞാനത് ഒരു ആർഗ്യുമെന്റ് വേണ്ടി പറയുന്നതല്ല. ഇന്നിപ്പോൾ കേന്ദ്രത്തിൽ BJP മന്ത്രിസഭയിലുള്ള അൽഫോൺസ് കണ്ണന്താനം, അദ്ദേഹം CPM-ന്റെ ഇടതുപക്ഷത്തിന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങൾ വോട്ട് ചെയ്ത, നമ്മൾ വോട്ട് ചെയ്ത, കേരളത്തിലെ ഇടതുപക്ഷക്കാർ വോട്ട് ചെയ്ത MLA അല്ലേ? ആ MLA ഒറ്റ ദിവസം കൊണ്ട് BJPയിലെത്തി കേന്ദ്രമന്ത്രിയായി. ശരി. ഇപ്പോൾ മഹാരാഷ്ട്രയിലെ CPM-ന്റെ സംസ്ഥാന കഴിഞ്ഞ ദിവസമല്ലേ BJPക്ക് വേണ്ടി പ്രവർത്തിച്ച് BJPക്ക് വേണ്ടി വാദിച്ച് ഇപ്പോൾ പാർട്ടിക്ക് പുറത്തായി നിൽക്കുന്നു, BJPയിൽ ചേക്കാറാൻ പോവുകയാണ്.
എത്രയോ പാർട്ടി പ്രവർത്തകരാണ്. മുൻ മന്ത്രി വിശ്വനാഥ മേനോൻ, എത്രയോ പാർട്ടി പ്രവർത്തകർ, നേതാക്കന്മാർ CPM വിട്ടിട്ടുണ്ട്. അതുപോലെ BJP-യുടെ നേതാക്കന്മാർ കോൺഗ്രസിലേക്ക് വന്നിട്ടില്ലേ? ചോദ്യത്തിലേക്ക് വരാം. BJP-യുടെ എത്രയോ നേതാക്കന്മാർ കഴിഞ്ഞ ദിവസങ്ങളിൽ, ഇപ്പൊ കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്ന് ഒരു MP, ഒരു പാർലമെന്റ് മെമ്പർ UP-യിൽ കോൺഗ്രസിലേക്ക് വന്നില്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ട്. ശരി ശരി ശരി. BJP-യുടെ നേതാവോടാണ്. കഴിഞ്ഞ 2014 തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ BJP മുന്നോട്ട് വെച്ച ഒരുപാട് മാനിഫെസ്റ്റോകളുണ്ട്. അതിൻ്റെ അകത്ത് ഒന്നാമത്തെ കാര്യമാണ് പ്രതിവർഷം 2 കോടി അഭ്യസ്ത വിദ്യസ്തരായ യുവതി യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കുമെന്നത്. എന്നാൽ ഈ 5 വർഷം കഴിയുമ്പോൾ നിങ്ങൾ എത്ര യുവതി യുവാക്കൾക്ക് തൊഴിൽ കൊടുത്തു എന്നുള്ളത് നിങ്ങൾ ഇവിടെ പറയണം. അതുപോലെ തന്നെ കേരളം ഒരു മഹാപ്രളയത്തെ അഭിമുഖീകരിച്ചപ്പോൾ പ്രളയത്തിൽ മുങ്ങി ഈ ജനതയെ നല്ല രീതിയിൽ ഈ സർക്കാർ രക്ഷപ്പെടുത്തിയെടുക്കുമ്പോൾ അതിനെ ഉടക്ക് വെക്കുന്ന സമീപനവുമായാണ് BJP-യുടെ കേരള നേതാക്കൾ കേന്ദ്രത്തിലുള്ള ഗവൺമെന്റിനെ സമീപിച്ചത്. അങ്ങനെ വരുന്ന BJP ഈ കേരളത്തിൽ എന്ത് പറഞ്ഞുകൊണ്ടാണ് വോട്ട് നേടാൻ വേണ്ടി പോകുന്നത്? നിങ്ങളുടെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രളയത്തിൽ പ്രധാനമന്ത്രി അനുകൂലമായ സാഹചര്യമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം പ്രളയം വന്ന സമയത്ത് പ്രളയം ആരാ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. മനുഷ്യനിർമ്മിതമായൊരു പ്രളയമാണ് കേരളത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ പ്രളയത്തിൽ അദ്ദേഹം പറയട്ടെ, അദ്ദേഹം മറുപടി പറയട്ടെ. പറയൂ രഞ്ജിത്ത്. ആ പ്രളയത്തിൽ സംസ്ഥാന ഗവൺമെന്റ് ആവശ്യപ്പെട്ടതിനേക്കാൾ കൂടുതൽ തുക നൽകാൻ തയ്യാറായ ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. മാത്രമല്ല അദ്ദേഹം പറഞ്ഞു പ്രളയത്തിൽ നഷ്ടപ്പെട്ടു പോയ വീടുകൾ പുതുക്കി പണിയുന്നതിന് വേണ്ടി പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ പുതുക്കി പണിയാൻ ഞങ്ങൾ തയ്യാറാണ്. എത്ര വീടുകളുടെ എണ്ണം തന്നാൽ മതി, തയ്യാറാണ്. നൽകിയിട്ടില്ലല്ലോ. അതുപോലെ തന്നെ എത്ര റോഡുകൾ, എത്ര പാലങ്ങൾ പോയിരിക്കുന്നു, അതും പ്രധാനമന്ത്രി നിർമ്മിച്ചു നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സംസ്ഥാന ഗവൺമെന്റ് എന്താ വേണ്ടത്? പണമാണ് വേണ്ടത്. ആ പണം സംസ്ഥാന ഗവൺമെന്റ് ആദ്യം ആവശ്യപ്പെട്ട പണം കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. മുഖ്യമന്ത്രി തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, പ്രളയത്തിന്റെ സമയത്ത് അനുകൂലമായ നിലപാടാണ് പ്രധാനമന്ത്രി സ്വീകരിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അത് എപ്പോഴാ പറഞ്ഞത് ഓർമ്മ വേണം. അങ്ങനെ എപ്പോഴാ പറഞ്ഞെന്ന് ഓർമ്മ വേണം. കൊല്ലം ബൈപ്പാസിന്റെ ഉദ്ഘാടന സമയത്ത് മുഖ്യമന്ത്രി പറഞ്ഞൊരു വാക്കാണത്. അനുകൂലമായൊരു സാഹചര്യമാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തുണ്ടായതെന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ തൊഴിലില്ലായ്മ. നമ്മുടെ രാജ്യത്തിലെ എല്ലാ ജനങ്ങൾക്കും സർക്കാർ ജോലി കൊടുക്കുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല. ഈ പറയുന്ന പ്രധാനമന്ത്രി ഞങ്ങൾ പ്രകടന പത്രികയിൽ പറഞ്ഞ ആ കാര്യം നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് മുദ്ര എന്ന് പറയുന്ന പ്രധാനമന്ത്രി മുദ്ര ലോൺ പദ്ധതി കൊണ്ടുവന്നത്. ഏകദേശം 7.5 കോടി ജനങ്ങൾക്ക് മുദ്രയിലൂടെ സ്വന്തം സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടിയുള്ള സാഹചര്യം ഉണ്ടാക്കിയ ഗവൺമെന്റ് ഇത്. ഏകദേശം 15.5 കോടി രൂപയോളം ഈ മുദ്ര ലോണിലൂടെ പുതിയ സംരംഭം തുടങ്ങുന്നതിന് വേണ്ടി ഇന്ത്യയിലെ ജനങ്ങൾക്ക്, ചെറുപ്പക്കാർക്ക് അനുകൂലമായി, അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പ് പദ്ധതിയിലൂടെ ഇന്ത്യയിലെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് വേണ്ടി. ഒരു മിനിറ്റ് നിൽക്കൂ. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ESI-യുടെ വർധനവ്, ESI വിഹിത വർധനവ് വന്നിരിക്കുന്നത് എങ്ങനെ ESI വിഹിത വർധനവ് വന്നിരിക്കുന്നത്? PFI-ന്റെ വിഹിത വർധനം എങ്ങനെയാണ് വന്നിരിക്കുന്നത്? ഇതെല്ലാം തന്നെ പുതിയ തൊഴിൽ ഉണ്ടായതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഇന്ത്യയിലെ സാധാരണക്കാരായ ആളുകൾക്ക് സ്വന്തമായി തൊഴിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി, തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള അതിന് തയ്യാറായ ഒരു ഗവൺമെന്റാണ് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ്. സ്വാഭാവികമായും പ്രളയ വിഷയത്തിൽ BJP ഉന്നയിച്ച കാര്യങ്ങൾക്ക് LDF-ന് മറുപടി ഉണ്ടാകും. തീർച്ചയായിട്ടും വളരെ വളരെ തെറ്റിദ്ധാരണജനകമായ ഒരു പ്രസ്താവനയാണ് ശ്രീ രഞ്ജിത്ത് നടത്തിയത്. കാരണം ഈ ഓസ്ട്രേലിയ ഇപ്പൊ കഴിഞ്ഞ ദിവസം 2 ആഴ്ച മുന്നേ നമ്മൾ ഇത്തരം കാര്യങ്ങളിലൊന്നും സങ്കുചിതമായി ചിന്തിക്കരുത്. ഒരു വ്യക്തി വിചാരിച്ചാൽ, കുറെ ആള് വിചാരിച്ചാൽ പ്രളയം ഉണ്ടാക്കാൻ പറ്റുന്നത് ആദ്യമായിട്ടാണ് ഞാൻ പഠിക്കുന്നത്. ഇതുവരെ പഠിച്ചില്ലല്ലോ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ഉത്തരാഖണ്ഡ് പ്രളയം ഉണ്ടാക്കിയത് BJP ആണോ? ഉത്തരാഖണ്ഡിൽ പ്രളയം ഉണ്ടാക്കിയത് BJP ആണോ? ചെന്നൈ പ്രളയം ഉണ്ടായത് അവിടുത്തെ രാഷ്ട്രീയ പാർട്ടിയാണോ? നിങ്ങൾ ഉത്തരവാദിത്തത്തോടെ സംസാരിക്കണം. BJP ആഗ്രഹിക്കുന്നത് കേരളം വെള്ളത്തിൽ മുങ്ങി ഇല്ലാതാവണമെന്നാണ്. ഡാം മുഴുവൻ പൊട്ടണം, ഡാം തുറക്കാൻ പാടില്ല. കേരളത്തിനെതിരാണ് BJP. ഞാൻ പറയാം, ഓസ്ട്രേലിയയിൽ 2 ആഴ്ച മുന്നേ ഒരു വാർത്തയുണ്ടായി. ഒരു മാസം മുന്നേ. ലോകത്ത് ഈ കാലാവസ്ഥ ഏറ്റവും നന്നായി നിർവചിക്കുകയും ഇടപെടുകയും ചെയ്യുന്നതാണ് ഓസ്ട്രേലിയ. ആ ഓസ്ട്രേലിയയിലെ പ്രധാനപ്പെട്ട ഒരു പട്ടണം വെള്ളത്തിൽ മുങ്ങി. മഴ കാലാവസ്ഥ നിർവചിച്ചതിനേക്കാൾ കൂടുതലായി വന്നു. ഡാം തുറക്കേണ്ടി വന്നു.
ഒരു നഗരം വെള്ളത്തിലായി. ഇത്ര അപരിഷ്കൃതമായിട്ട് നിങ്ങൾ സംസാരിക്കരുത്. ഒരു നാട്ടിൽ ഒരു ഗവൺമെന്റ് പ്രളയം ഉണ്ടാക്കും എന്ന് പറയുന്നത് ആരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ആ സമയത്ത് തെറ്റായ വാദമാണ് കേരളത്തിലെ ജനങ്ങൾ തള്ളിക്കളഞ്ഞതാണ്. പിന്നെ 800 കോടി നമുക്ക് തന്നു. ആദ്യം അടിയന്തരാശ്വാസം പ്രധാനമന്ത്രി തന്നു, രണ്ടാമത് 600 കോടിയും തന്നു. തന്നതിന്റെ 250 കോടി തിരിച്ചും പിടിച്ചു. ഇത്ര മനുഷ്യത്വമില്ലാത്ത നിലപാട് സ്വീകരിച്ചത് ബിജെപിയുടെ ഗവൺമെന്റ് അല്ലേ? മോദി അധികാരത്തിൽ കയറി വരുന്ന സമയത്ത് 40 രൂപയ്ക്ക് പെട്രോൾ കൊടുക്കുന്ന അധികാരത്തിൽ കയറി വന്നത്. അതിപ്പോ 50 രൂപയ്ക്കുമില്ല, 60 രൂപയ്ക്കുമില്ല, 80 രൂപയായി. സാധാരണ സ്ത്രീകൾ ഉപയോഗിക്കുന്നത് ഗ്യാസിന്റെ വില നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കണം. നമ്മളെ സുമേഷ് സാർ പറഞ്ഞ പോലെ 400 രൂപയ്ക്ക് വാങ്ങിയ ഗ്യാസ് ഇപ്പൊ എവിടെയാണ് എത്തി നിൽക്കുന്നത്? 900 രൂപയാണ്. സാധാരണ പാവപ്പെട്ടവർക്ക് വേണ്ടിയാണോ നിങ്ങൾ ഭരിക്കുന്നത്? വീണ്ടും മോദി അധികാരത്തിൽ വന്നു. ഈ അടുത്ത് ഇപ്പോൾ 6000 രൂപയുടെ കേസ് പറഞ്ഞു. അൽഫോൺസ് കണ്ണന്താനം ടിവിയിൽ പറഞ്ഞത് 2000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ ഇപ്പൊ വരും, 4000 രൂപ മോദി ഇനി വോട്ട് ചെയ്ത് മോദി അധികാരത്തിലേറിയതിനു ശേഷം വരുമെന്നാണ് പറഞ്ഞത്. ഒരു വീട്ടമ്മയുടെ ചോദ്യങ്ങളാണ്. ശ്രീ രഞ്ജിത്ത് പറയാം. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സഹോദരിയോട് ഞാൻ പറയുന്നു, കേരളത്തിലെ ആയിരക്കണക്കിന് കർഷകർ മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 5 ഏക്കറിൽ താഴെയുള്ള 3 സെന്റ് വരെയുള്ള ആളുകൾക്ക് ഈ പണം ലഭിച്ചിട്ടുണ്ട്. കിട്ടിയിട്ടില്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയാ. കിസാൻ സമ്മാൻ നിധിയിലൂടെ നമ്മുടെ കേരളത്തിലെ കൃഷിഭവനിലൂടെ ക്യൂ നിൽക്കുന്ന കാഴ്ച നിങ്ങൾ ദിവസേന കണ്ടുകൊണ്ടിരിക്കുന്നു, ജനങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ പെട്രോളിനും ഡീസലിനും വില ആഗോളതലത്തിൽ ഉണ്ടാകുന്ന വിലക്കനുസരിച്ച് പെട്രോളിന്റെയും ഡീസലിന് വില വർദ്ധിച്ചിട്ടുണ്ട്. മാത്രമല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സ്ത്രീകൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ രാജ്യത്തിലെ സ്ത്രീകളെ സംബന്ധിച്ച് വിറക് വെച്ച് ഭക്ഷണം പാകം ചെയ്യുന്ന സ്ത്രീകളെ സംബന്ധിച്ചിട്ട് ഇന്ന് രാജ്യത്ത് ആഗോളതലത്തിലുള്ള കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ ശ്വാസകോശ സംബന്ധമായ രോഗം മൂലം, ക്യാൻസർ സംബന്ധ പുകശ്വസിച്ച രോഗം മൂലം മരണപ്പെടുന്ന ഇന്ത്യയിലെ ജനങ്ങളെ സംബന്ധിച്ചോളം ഉജ്ജ്വല യോജനയിലൂടെ സൗജന്യ ഗ്യാസ് കണക്ഷൻ നൽകിയ ഗവൺമെന്റ് ബിജെപിയുടെ ഗവൺമെന്റ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉജ്ജ്വല യോജനയിലൂടെ സൗജന്യ ഗ്യാസ് കണക്ഷൻ നൽകിയ ബിജെപി ഗവൺമെന്റ്. ബിജെപിയുടെ ചോദ്യം കോൺഗ്രസിന്റെ ആളോട്, ഈ പ്രളയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് ലക്ഷക്കണക്കിന് രൂപ കോൺഗ്രസിന്റെ ആളുകൾ പിരിച്ചിട്ടുണ്ട്. ഒരു 5 പൈസ പോലും മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിൽ അടച്ചിട്ടില്ല. 1000 വീട് നിർമ്മിച്ചു കൊടുക്കുന്നവർ ഇന്ന് വരെ ഒരു വീട് നിർമ്മിച്ചു കൊടുത്തതായിട്ട് ഒരു വിവരവും ആർക്കുമില്ല. ഈ പൈസ എന്ത് ചെയ്തു എന്നുള്ളതാണ്. മറ്റൊന്ന് ബിജെപിയുടെ അതായത് അധികാരത്തിൽ വരുന്ന സമയത്ത് പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും നടപ്പാക്കാൻ വേണ്ടിയുള്ളതല്ല, അത് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് എന്നാണ് നിങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞിട്ടുള്ളത്. സ്വിസ് ബാങ്കിൽ നിക്ഷേപിച്ച് ലക്ഷക്കണക്കിന് രൂപ ഓരോ ഇന്ത്യക്കാരന്റെയും അക്കൗണ്ടിൽ വരുമെന്ന് പറഞ്ഞ അധികാരത്തിൽ വന്ന പ്രളയവുമായി ബന്ധപ്പെട്ട് ഫണ്ട് ദുരുപയോഗം ചെയ്തെന്ന് പറഞ്ഞ് ഒരു കോൺഗ്രസിന്റെ നേതാവിനെതിരെയും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു UDFന്റെ പ്രവർത്തകന് നേരെയും ഒരു പരാതിയും ഇന്ന് വരെ വന്നിട്ടില്ല. ഇല്ലാത്ത കാര്യം പറഞ്ഞത് ഞാൻ പറയട്ടെ. ഇവിടെ പരാതി വന്നിരിക്കുന്നത്, പോലീസിൽ പോലും പരാതി വന്നിരിക്കുന്നത്, പല ദുരിതാശ്വാസ ക്യാമ്പിലും CPMന്റെ ചില നേതാക്കന്മാർ അവിടെ ക്രമക്കേട് നടത്തി സാധനങ്ങൾ പാർട്ടി ഓഫീസിലേക്ക് അടിച്ചുകൊണ്ടുപോയി എന്നുള്ളതാണ്. കോൺഗ്രസ്സുകാർക്കെതിരെ ആ പരാതി വന്നിട്ടില്ല. ശരി രഞ്ജിത്ത് മറുപടി. അവർ ചോദിച്ച ചോദ്യം ഈ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ കുറിച്ചുള്ള നേതാക്കന്മാരുടെ പ്രതികരണങ്ങൾ. നരേന്ദ്രമോദി കഴിഞ്ഞ പ്രകടന പത്രികയിലല്ല പറഞ്ഞിരിക്കുന്നത്. പ്രകടന പത്രികയിൽ 15 ലക്ഷം രൂപ തരും. അദ്ദേഹത്തിന്റെ ചോദ്യം അതല്ല. അത് ചോദിച്ചെന്താ വെച്ചാൽ പ്രകടന പത്രികയിൽ പറഞ്ഞ വാഗ്ദാനങ്ങളൊക്കെ വെറുതെ പറയുന്നതാണെന്നാണ് ചില നേതാക്കൾ പറഞ്ഞത്. പ്രകടന പത്രികയിലുള്ള പറഞ്ഞ കാര്യങ്ങൾ അക്ഷരം പ്രതി നടപ്പിലാക്കിയ ഗവൺമെന്റ് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ്. അത് ഒരു മിനിറ്റ് രഞ്ജിത്ത് തെറ്റിദ്ധരിച്ചു. അവരുടെ ചോദ്യം എന്താ വെച്ചാൽ നേരത്തെ PS ശ്രീധരൻപിള്ള ഉൾപ്പെടെയുള്ള നേതാക്കൾ പറഞ്ഞിട്ടുണ്ട് ഈ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളൊന്നും നടപ്പിലാക്കാനുള്ളതല്ല എന്ന തരത്തിലൊരു പരാമർശം നടത്തി. അതിനെ കുറിച്ചാണ് അവരുടെ ചോദ്യം. അങ്ങനെ നേതാക്കന്മാരാരും തന്നെ പറഞ്ഞിട്ടില്ല. പ്രകടന പത്രികയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കിയ ഗവൺമെന്റാണ് BJP ഗവൺമെന്റ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പറയാൻ സാധിക്കും, പ്രകടന പത്രിക വെറുതെ പറയുന്നതല്ല, നടപ്പിലാക്കാൻ തന്നെയാണ് പറയുന്നത്. നടപ്പിലാക്കാൻ തന്നെയാണ് പറയുന്നത്. BJP നേതാവിനോടാണ്. നിങ്ങൾ പറഞ്ഞു എന്തിനാ ജനങ്ങളെ പറ്റിക്കുന്നതെന്ന് ഇപ്പൊ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞു 15 ലക്ഷം ഓരോരാളെ അക്കൗണ്ടിലേക്ക് ഇടുന്നു. അപ്പൊ അത് എത്ര പേരുടെ അക്കൗണ്ടിലേക്ക് ഇട്ടോ ഒന്ന് വിശദീകരിച്ചു തരുമോ? നിങ്ങളെ നരേന്ദ്രമോദി പ്രസംഗിച്ച ആ പ്രസംഗത്തിന്റെ ക്ലിപ്പിംഗ് നിങ്ങൾ കാണണം. നരേന്ദ്രമോദി എന്താ പറഞ്ഞിരിക്കുന്നത്?
ഇന്ത്യ രാജ്യത്തിലുള്ള കോർപ്പറേറ്റുകൾ വിദേശ രാജ്യങ്ങളിൽ നിക്ഷേപിച്ച പണം ഓരോ ഇന്ത്യക്കാരനും വീതം വെച്ചാൽ 15 ലക്ഷത്തോളം രൂപ വരും എന്നാണ്. അത് നിങ്ങളുടെ അക്കൗണ്ടിൽ വരുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. അത് തിരിച്ചു കൊണ്ടുവന്നാൽ 15 ലക്ഷം രൂപയോളം ഉണ്ടാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്രത്തോളം രൂപ അക്കൗണ്ടിൽ നിക്ഷേപിക്കാൻ സാധിക്കുന്ന പണം വിദേശ രാജ്യങ്ങളിൽ കോർപ്പറേറ്റ് മുതലാളിമാർ നിക്ഷേപിച്ചിരിക്കുന്നു എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത്. ഇവിടെ 15 ലക്ഷം രൂപ നരേന്ദ്രമോദി ഒരു ഭരണാധികാരിയാണ്. അത് തലയിലൊന്നുമില്ലാതെ പറഞ്ഞതല്ല. മനസ്സിലാക്കണം. ഒരു പ്രധാനമന്ത്രി 15 ലക്ഷം രൂപ ഓരോരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുമെന്ന് പറയാൻ സാധിക്കുമോ? എനിക്ക് ചോദിക്കാനുള്ളത് കോൺഗ്രസിന്റെ പ്രതിനിധിയോടാണ്. മതേതരത്വ പാർട്ടി എന്ന് പറയുന്ന നിങ്ങൾ ഇന്ത്യയിൽ മതന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുമ്പോൾ എവിടെയായിരുന്നു? എന്തർത്ഥത്തിലാണ് നമ്മൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യേണ്ടത്? മറുപടി പറയാം. എന്റെ സഹോദരി, ഫാസിസ്റ്റ് ശക്തിയെ, BJP ശക്തിയെ നേരിടാൻ രാജ്യത്ത് ഒരേ ഒരു പാർട്ടിയുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമാണ്. ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പിന്നിലാണ് ആ BJPയെ, ആ ഫാസിസ്റ്റ് പാർട്ടിയെ നേരിടാൻ വേണ്ടി ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയാണ് ഇവിടെ ഇരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സുമേഷിന്റെ പാർട്ടിയും സഹപ്രവർത്തകരും എല്ലാം അതിന്റെ പിന്നിൽ അണിചേർന്നിരിക്കുകയാണ്. നിങ്ങളത് നിഷേധിക്കണ്ട. ഇവിടെ BJPയെ പ്രതിരോധിക്കാൻ, ഈ രാജ്യത്തിന്റെ ന്യൂനപക്ഷ സമൂഹത്തെ സംരക്ഷിക്കാൻ, ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും സംരക്ഷിക്കാൻ, ജാതി മത ചിന്തകൾക്ക് അതീതമായി സംരക്ഷിക്കാൻ ഒരേ ഒരു പാർട്ടിയുള്ളൂ. ആ പാർട്ടിയുടെ മതേതരത്വത്തെ സംബന്ധിച്ചിട്ടുള്ള നിലപാടിനെ ഒരു പാർട്ടിയും, CPM പോലും, നിങ്ങളുടെ അഖിലേന്ത്യാ സെക്രട്ടറി പോലും ചോദ്യം ചെയ്തിട്ടില്ല. സജീവ് ഇവരുടെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഈ മതന്യൂനപക്ഷങ്ങൾ വേട്ടയാടുമ്പോൾ കോൺഗ്രസ് എവിടെയായിരുന്നു എന്നാണ് ചോദ്യം. ഒന്ന് അതിലേക്ക് ഡയറക്റ്റായി ഉത്തരത്തിൽ പറയൂ. എവിടെ ഇന്ത്യയിൽ? അല്ല, ആദ്യം മറുപടി പറയട്ടെ. നിങ്ങൾ വെറുതെ ഒച്ചപ്പാടാക്കിയിട്ട് കാര്യമില്ല. ഞാൻ പറയുന്നത് കേൾക്കുക. ഈ രാജ്യത്ത് BJPക്കും സംഘപരിവാറിനും ശക്തിയുള്ള സംസ്ഥാനങ്ങളിലെല്ലാം BJPയെ നേരിടുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്. അത് ഉത്തർപ്രദേശ് ആകട്ടെ, അത് മധ്യപ്രദേശ് ആകട്ടെ, അത് ഛത്തീസ്ഗഡ് ആകട്ടെ, എല്ലാ സംസ്ഥാനത്തും സംഘപരിവാർ ശക്തികളെ നേരിടുന്നതും അതിനെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്നതിനും ആ ഇരകൾക്ക് നീതി കിട്ടുന്നതിനും വേണ്ടിയുള്ള പോരാട്ടം നടത്തുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി മാത്രമാണ്. എന്റെ ചോദ്യം BJP നേതാവിനോടാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് എല്ലാവരുടെ അക്കൗണ്ടിലും 15 ലക്ഷം രൂപ വരുന്നു പറഞ്ഞു. ഇപ്പൊ 5 കൊല്ലം കഴിയുമ്പോൾ പറയുന്ന അങ്ങനെയല്ല മോദി പറഞ്ഞു എന്ന്. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തുള്ള ജനങ്ങളെ മൊത്തം സീറോ ബാലൻസ് അക്കൗണ്ട് എടുപ്പിച്ച് ആ പുസ്തകം ബാങ്കിന് നമ്മുടെ എല്ലാവരും അലമാരയിലുള്ളിൽ പൊടി പിടിക്കുന്നുണ്ട്. അത് എന്തിനായിരുന്നു എന്നുള്ളത് ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. ഞാൻ ആദ്യത്തെ ചോദ്യത്തിന് മറുപടി പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്, ജൻധൻ യോജനയിലൂടെ സീറോ ബാലൻസ് അക്കൗണ്ട് എടുത്ത ആളുകളെ സമയത്തോളം ആ അക്കൗണ്ട് ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഇൻഷുറൻസ് പരിരക്ഷയാണ്. ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് ആളുകൾ, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ജൻധൻ യോജനയിലൂടെ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും അക്കൗണ്ടബിലിറ്റി ആക്കിയത് ഈ BJP ഗവൺമെന്റാണ്. സഹോദരി മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ 30,000 രൂപ കിട്ടും. നിങ്ങൾ നിക്ഷേപിക്കേണ്ടതില്ലേ? നിങ്ങൾക്ക് അപകടമരണത്തിൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ കിട്ടുന്ന ഇൻഷുറൻസ് പരിരക്ഷയാണ് ഈ ജൻധൻ യോജനയിലൂടെ ഈ ഗവൺമെന്റ് നടപ്പിലാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞു, ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെ അതിശക്തമായി ഇന്ത്യയിൽ പ്രതികരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണെന്ന് പറഞ്ഞു. എന്നാൽ നിങ്ങൾ ചെയ്തത് എന്താണ്? ഇന്ത്യ ഒട്ടക്കം BJP ഗവൺമെന്റ് ബീഫ് നിരോധിച്ചപ്പോൾ കേരള ഹൗസിൽ പോലും ബീഫ് നിരോധിക്കാനുള്ള ഉത്തരവാണ് കേരളത്തിന്റെ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ചെയ്തത്. എന്നാൽ ശശി തരൂരിനെ പോലുള്ള മുതിർന്ന MPയെ സംഘപരിവാർ ആക്രമിച്ചപ്പോൾ അതിനെ അതിശക്തമായി പ്രതികരിക്കാൻ വേണ്ടി CPMന്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി മാത്രമാണ് ഉണ്ടായത്. നിങ്ങളുടെ ഒരു നേതാവിന് നാവുകൊണ്ടിയായിട്ട് ഇവിടെ കണ്ടിട്ടില്ല. അതിനെന്താണ് ഈ ന്യൂനപക്ഷങ്ങൾക്കുള്ള അക്രമങ്ങൾ ഇവർ എങ്ങനെയാണ് ചെറുക്കുന്നത്? സ്നേഹിത, അതിന് മറുപടി, നമ്മുടെ രാജ്യത്ത് കേരളത്തിൽ മാത്രമുള്ള ഒരു പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി. ഇപ്പോ നിങ്ങളാണോ BJPയെ പ്രതിരോധിക്കാൻ പോകുന്നത്? ആണോ? ഈ രാജ്യത്ത് BJPയെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കണമെങ്കിൽ കോൺഗ്രസ് അധികാരത്തിൽ വരണം. CPM ഇപ്പോൾ കേരളത്തിൽ മാത്രമുള്ളൊരു പാർട്ടിയാണ്. ആ ഒരു പാർട്ടിക്ക് BJPക്കെതിരെ ചോദ്യം ചെയ്യാനുള്ള ശക്തിയില്ല. ഇന്ത്യൻ പാർലമെന്റിൽ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ, നിയമങ്ങൾ നിർമ്മിക്കാൻ, അവരുടെ നിയമനിർമ്മാണങ്ങളെ അത് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ BJP നടത്തുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുന്നത് കേരളത്തിൽ നിന്നുള്ള
നമ്മുടെ രാജ്യത്ത് നിന്നുള്ള കോൺഗ്രസ് എംപിമാരാണ്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ പാർലമെന്റിൽ BJP-യുടെ ന്യൂനപക്ഷ വിരുദ്ധ നിലപാടുകളെ ചോദ്യം ചെയ്തുകൊണ്ട് ശക്തമായി പ്രതികരിക്കുന്നത്. അത് സംബന്ധിച്ച് CPM-ന് പോലും CPI-ക്ക് പോലും ഇടതുപക്ഷത്തിന് പോലും ആക്ഷേപമില്ല എന്ന് പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ്. കോൺഗ്രസിന്റെ പ്രതിനിധിയോടെ ചോദിക്കുന്നത്, അദ്ദേഹം പറഞ്ഞു ചോദിച്ചോളൂ, അഖിലേന്ത്യാ തലത്തില് BJP-യെ നേരിടാൻ നമ്മൾ മാത്രമാണ്. നിങ്ങൾ ഏതെല്ലാം സംസ്ഥാനത്തിലാണ് ഇന്നുള്ളത്? ഉത്തർപ്രദേശിലുണ്ടാ, ബീഹാറിലുണ്ടാ, ഹരിയാനയിലുണ്ടാ? ശരി, ചോദ്യം മനസ്സിലായി. ചോദ്യം മനസ്സിലായി. വളരെ വളരെ വ്യക്തമായ ചോദ്യമാണ് ശ്രീ സജീവ്. വളരെ പെട്ടെന്ന് ഉത്തരം പറയൂ. നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം, എല്ലാ ഗ്രാമങ്ങളിലും ഉള്ള ഒരു പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ്. ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഞാൻ പറഞ്ഞില്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രം നയിക്കുന്ന ഒരു മുന്നണിയാണ് BJP, അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ഏക പാർട്ടിയാണ് BJP-യെ പരാജയപ്പെടുത്തി ഈ തെരഞ്ഞെടുപ്പിൽ നേരിടാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞില്ല. ഇല്ലാത്ത അവകാശവാദം ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ അതിലേക്ക് വരാം. ഞാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതിൽ തന്നെ അതിന് തന്നെ മറുപടി പറയാം. ഈ രാജ്യത്തെ മതേതര പ്രസ്ഥാനങ്ങളെ കൂട്ടിയിണക്കിക്കൊണ്ട്, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ ഉൾപ്പെടെ കൂട്ടിയിണക്കിക്കൊണ്ട്, മതേതര പ്രസ്ഥാനങ്ങളെ കൂട്ടിയിണക്കിക്കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു മതേതര ചേരിക്ക് നേതൃത്വം നൽകിയാണ്. കോൺഗ്രസിന്റെ ദൗർബല്യങ്ങളും പോരായ്മകളും കുറവുകളും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ആ കുറവുകളിൽ നിന്നും പോരായ്മകളിൽ നിന്നും ഈ രാജ്യത്തിന്റെ മതേതരത്വം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടമാണ് കോൺഗ്രസ്. എനിക്ക് ചോദിക്കാനുള്ളത് രാജ്യം ഭരിക്കുന്ന BJP-യുടെ നേതാവിനോടാണ്. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ നരേന്ദ്രമോദിയുടെ പ്രത്യേക ഇമേജ് ഉണ്ടാക്കിയത് വികസനത്തിന്റെ ഒരു ചർച്ചയായിട്ടാണ്. വികസനത്തിന് വേണ്ടി രാജ്യത്ത് മോഡി അധികാരത്തിൽ ഏൽക്കുക എന്നതാണ്. ഇപ്പോൾ BJP-യുടെ മുദ്രാവാക്യം എന്താണ് എന്ന്. മറ്റൊരു ചോദ്യം നിങ്ങൾ പറഞ്ഞു, ഈ കഴിഞ്ഞ 5 വർഷം മോഡിയുടെ ഇന്ത്യയാണ് ലോകത്ത് അഭിമാനത്തോടെ നിലനിൽക്കുന്നത് എന്ന്. ഇന്ന് മോഡിയുടെ ഇന്ത്യ, ആ അഭിമാനം എങ്ങനെയാണ് ഉണ്ടായത്? കാരണം നിങ്ങൾ ഒന്ന് ആലോചിക്കൂ, രാജ്യത്തിന്റെ കരുതൽ ശേഖരമായ റിസർവ് ബാങ്കിന്റെ കരുതൽ ശേഖരത്തിന് പോലും പണം ആവശ്യപ്പെട്ട ഒരു രാജ്യം ലോകത്ത് അഭിമാനമാണ് ഉണ്ടാക്കിയത്. സഹോദരൻ, ഞാൻ വികസനത്തിന്റെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് 5 വർഷം മുമ്പേ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ പോയ നിങ്ങൾ ഈ ഒരു 5 വർഷ കാലത്തിനിടയിൽ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ പോകും. അഭൂതപൂർവമായ വികസനം. ആര് കൊണ്ടുവന്ന വികസനം? ബഹളം വെച്ച് കഴിഞ്ഞ് നിങ്ങൾ ചോദ്യത്തിന് മറുപടി പറയാനുള്ള അവസരം തന്നെ നിങ്ങൾ ബഹളം വെച്ചാൽ മറുപടി പറയില്ല. ഈ കണ്ണൂർ നഗരസഭ, കണ്ണൂർ കോർപ്പറേഷൻ അമൃത് പദ്ധതിയിൽ വികസനം നടക്കുന്നു. അടിസ്ഥാന സൗകര്യ വികസനം, റോഡ് ടാർ ചെയ്യുന്നു. ഏത് പദ്ധതിയാ? അമൃത് പദ്ധതിയാ, കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയാ. കണ്ണൂർ നഗരസഭയിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവല്ലോ, വളാട്ടം പാലത്തിന്റെ മുകളിലൂടെ പോകുന്ന സമയത്ത് കാണാം, വെള്ളത്തിലൂടെ പൈപ്പ് ലൈൻ പോയിരിക്കുക. അമൃത് പദ്ധതിയില്ല. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ വികസനം നിങ്ങൾ പറയുന്നുണ്ടല്ലോ, MP കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും റെയിൽവേ സ്റ്റേഷൻ വികസനം നടക്കുന്നുണ്ട്. ആ വികസനം കണ്ണൂരിൽ നടക്കുന്നു. ഇപ്പൊ മാഹി ബൈപ്പാസിന് ജോലി നടക്കുന്നില്ലേ? ഏത് ഫണ്ടാ? അത് നരേന്ദ്രമോദിയുടെ വികസനത്തിന് 5 വർഷം മുമ്പ് വരെ 19 കിലോമീറ്ററാണ് ഒരു ദിവസം ദേശീയപാത നിർമ്മാണം. ഇത് 35 കിലോമീറ്റർ ദേശീയപാത നിർമ്മാണം. അത് സുമേഷ്, ഈ രഞ്ജിത്ത് അവകാശപ്പെടുന്നത് പോലെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള വികസനങ്ങൾ കേന്ദ്ര സർക്കാരാണോ അല്ല നിങ്ങളുടെ MP ആണോ? ആരാണ് നടപ്പിലാക്കിയത്? അല്ല, ഞാൻ ശ്രീ രഞ്ജിത്തിന്റെ അഭിപ്രായത്തോട് യോജിക്കുകയാണ്. കാരണം കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ 5 വർഷം കൊണ്ട് ഭയങ്കരമായ മാറ്റാണ് ഉണ്ടായത്. ആ മാറ്റത്തിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദി ഇവിടുത്തെ MP-യാണ്. കേരളം മുഴുവൻ ഞാൻ പറയട്ടെ, നിങ്ങൾ ഇല്ല, ഇന്ത്യയിലെ എല്ലാ റെയിൽവേ സ്റ്റേഷനും അതുപോലെ ആയിട്ടില്ല. ഇന്ത്യയിലെ എല്ലാ റെയിൽവേ സ്റ്റേഷനും അതുപോലെ ആയിട്ടില്ല. അപ്പോ MP എന്ന നിലയിലുള്ള ശ്രീമതി ടീച്ചറുടെ വലിയ ഇടപെടൽ. ഞാൻ പറയട്ടെ കഴിഞ്ഞ ഇവിടെ UDF-ന്റെ MP-മാർ ഉണ്ടായിരുന്നതിൽ നിന്ന് കഴിഞ്ഞ തവണ LDF-ന്റെ MP ജയിച്ചു. ഈ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് ഈ കണ്ണൂർ ജില്ലയിൽ രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങളാകെ പറയും, അഭൂതപൂർവമായ മുന്നേറ്റം വികസന രംഗത്ത് ഉണ്ടാക്കിയെടുക്കാൻ PK ശ്രീമതി ടീച്ചർക്ക് കഴിഞ്ഞു. ഒരു MP എന്ന നിലയിൽ ആശുപത്രി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, റെയിൽവേ സ്റ്റേഷൻ, ഈ ടൗണിലെ ഗതാഗതക്കുരുക്ക്, ഇതൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി MP നടത്തിയിട്ടുള്ള, എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് നടത്തിയിട്ടുള്ള ഇടപെടൽ മാതൃകാപരമായ ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ്.
ഈ കണ്ണൂർ മാത്രം വികസനമാണോ? സജീവ് വളരെ ചുരുക്കത്തിൽ ഇങ്ങനെ മറുപടി പറയാൻ നമ്മുടെ ചർച്ച തീരില്ല. പ്ലീസ് മലനാട് മലബാർ ക്രൂയിസ് നിങ്ങൾ മറുപടി പറയുന്നത് 87 കോടി രൂപ തന്ന ഗവൺമെന്റ് നരേന്ദ്രമോദി ടീച്ചറാണ് കഴിഞ്ഞ ഉദ്ഘാടന സമയത്ത് പറഞ്ഞിരിക്കുന്നത്. പ്ലീസ് പറയൂ. ബഹുമാനായ ശ്രീ രഞ്ജിത്തും ശ്രീ സുമേഷും പറഞ്ഞ കാര്യങ്ങളിൽ എനിക്ക് വിയോജിപ്പുണ്ട്. ഒരു സാധാരണഗതിയിലുള്ള ഡെവലപ്മെന്റ്സ് അല്ലാതെ റെയിൽവേ സ്റ്റേഷനിൽ പ്രത്യേകിച്ച് ഒരു ഡെവലപ്മെന്റ്സ് ഉണ്ടായിട്ടില്ല. 5 കൊല്ലം വരെ എം പി എന്ന നിലയിൽ വ്യക്തിപരമായി ഞാൻ നിങ്ങൾ ബഹളം വെച്ചിട്ട് കാര്യമില്ല. എനിക്ക് എന്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾ തരണം. എനിക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം കാര്യമില്ല. എം പി എന്ന നിലയിൽ വ്യക്തിപരമായി ശ്രീമതി ടീച്ചറോട് ബഹുമാനമുണ്ടെങ്കിലും എം പി എന്ന നിലയിൽ പൂർണ്ണ പരാജയമായിരുന്നു നമ്മുടെ എം പി. ഞാൻ പറയാം, ഞാനിവിടെ പറഞ്ഞല്ലോ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ. ഞാൻ ഒരു മിനിറ്റ് പ്രിയപ്പെട്ട സുഹൃത്ത്, ഒരു മിനിറ്റ് ഇവിടെ റെയിൽവേ വികസനത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. 2 ട്രെയിൻ സ്റ്റോപ്പ് പോലും അനുവദിക്കാൻ കഴിയാത്ത ഒരു എം പിയാണ് നമ്മുടെ എം പി. ഒന്ന് ഹിംസഫർ എക്സ്പ്രസ്, ദുരന്തോ എക്സ്പ്രസ്, 2 ട്രെയിനും കണ്ണൂർ സ്റ്റോപ്പില്ല. അതുപോലെ തന്നെ നമ്മളെല്ലാം മൂകാംബിയിലേക്കുണ്ടായിരുന്ന നമ്മുടെ ഒരു പാസഞ്ചർ ട്രെയിൻ അത് 1.5 വർഷമായി ഇപ്പോൾ ഓടുന്നില്ല. നമ്മുടെ എം പി ഒരു നിവേദനം പോലും കൊടുക്കാൻ നമ്മുടെ എം പിക്ക് കഴിഞ്ഞിട്ടില്ല. 4ാമത്തെ പ്ലാറ്റ്ഫോം നമ്മൾ പ്രഖ്യാപിച്ചതാണ്, എം പി പ്രഖ്യാപിച്ചതാണ്. 4ാമത്തെ പ്ലാറ്റ്ഫോം നമ്മുടെ നാട്ടിലില്ല. ഇവിടെ റെയിൽവേ റിസർവേഷൻ കൗണ്ടറുകൾ ഇവിടെ പൂട്ടിയിരിക്കുന്നു. പൂർണ്ണ പരാജയമാണ് ടീച്ചർ. ചോദ്യം സുമേഷിനോടാണ് ചോദ്യം. ഇപ്പൊ നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ടിട്ട് ക്യൂ നിന്ന് മരിച്ചത് നമ്മൾ ഇന്ത്യയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ബാങ്കിൽ പോയിട്ട് ക്യൂ നിന്ന് മരിച്ചത് അത് എവിടെ ഉണ്ടായിട്ടുണ്ടാവില്ല ഈ രാഷ്ട്രീയ കൊല്ലാതെ പറയുമ്പോൾ. പിന്നെ രണ്ടാമത്തെ കാര്യം, കോർപ്പറേറ്റുകളോട് ഫണ്ട് വാങ്ങണ്ടെന്ന് വളരെ ഫണ്ട് വാങ്ങാതെ വളരെ തൻ്റെ അടുത്തോടു കൂടി പറഞ്ഞത് CPM പാർട്ടി മാത്രമാണ്. ബാക്കി 2 പാർട്ടികളും അവർ കോർപ്പറേറ്റുകൾ ഫണ്ട് വാങ്ങാന്നുള്ള നിലപാട് സ്വീകരിച്ചവരാണ്. അവരെങ്ങനെയാണ് ഇടതുപക്ഷം നിയന്ത്രിക്കാൻ വേണ്ടി ഈ പറയുന്ന അധിക MP സ്ഥാനം കിട്ടി കേന്ദ്രത്തിലെത്തിയാൽ ഈ ഒരു നാണയത്തിന്റെ 2 വശങ്ങളിൽ എങ്ങനെയാണ് നിങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടി പോകും? ഞാൻ ആദ്യം വ്യക്തമാക്കിയല്ലോ. ഇപ്പൊ ഇവിടെ നേരത്തെ ശ്രീ സജീവ് ജോസഫ് സംസാരിക്കുമ്പോൾ പറഞ്ഞു ഇടതുപക്ഷത്തിന്റെ MP മാർ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു കണക്കുണ്ട്. ബഹുമാനരായിട്ടുള്ള പ്രേക്ഷകരെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ PRS എന്ന് പറഞ്ഞ പാർലമെന്ററി ഗവേഷണ സമിതി പുറത്തുവിട്ടത് ഈ ഇന്ത്യൻ പാർലമെന്റിൽ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ പാർലമെന്ററി കാര്യത്തിൽ ഇടപെടുകയും ചോദ്യം ചോദിക്കുകയും നിയമനിർമ്മാണ പ്രക്രിയയുടെ ഭാഗമായിട്ടൊക്കെ ശക്തമായിട്ട് ഇടപെട്ടത് ഇടതുപക്ഷ MP മാരാണ് 1ാം സ്ഥാനത്ത്. നിങ്ങൾ നമ്മളെ പരിഹസിക്കുകയാണ്. ഇടതുപക്ഷം രാജ്യം ഭരിക്കാൻ പോകുന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ മതനിരപേക്ഷ ഗവൺമെന്റ് രൂപീകരിക്കാൻ ആവശ്യമായ നേതൃത്വം കൊടുക്കാൻ വ്യത്യസ്തതയില്ലാത്ത കോർപ്പറേറ്റുകളോടും സമ്പന്നരോടും ഇപ്പൊ എല്ലാ മോദിമാരും പുറത്താ. നരേന്ദ്രമോദി പുറത്താണ്, നീരവ് മോദി പുറത്താണ്, ലളിത് മോദി പുറത്താണ്. എല്ലാവരും വലിയ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിട്ട് പുറത്താണ്. ഈ നിലയിൽ രാജ്യത്തെ ഒറ്റുകൊടുക്കാൻ ഇടതുപക്ഷം അനുവദിക്കില്ല. ഈ ശബരിമല വിഷയത്തിൽ വിശ്വാസികളെ വോട്ട് നേടാൻ ശ്രമിക്കുന്ന BJPയോട് ഷബാനു കേസിൽ ശരീഅത്തിനെതിരെ സുപ്രീം കോടതി വിധിയുണ്ടായപ്പോൾ അന്നത്തെ രാജീവ് ഗാന്ധി പാർലമെന്റിൽ ബില്ല് കൊണ്ടുവന്നിട്ടാണ് ആചാരങ്ങൾ സംരക്ഷിച്ചത്. എന്നാൽ BJP കേരളത്തിൽ ഇത്രയും കലാപമുണ്ടാക്കിയിട്ട് ഈ ശബരിമല ഉൾപ്പെടെയുള്ള ആചാരങ്ങളെ സംരക്ഷിക്കുന്നതിനോട് പാർലമെന്റിൽ ഒരു ബില്ല് അതിലാക്കാൻ എന്തുകൊണ്ട്? നമ്മുടെ കേരളത്തിൽ എത്ര സുപ്രീം കോടതി വിധി വന്നിട്ടുണ്ട്? നഴ്സുമാരുടെ അടിസ്ഥാന ശമ്പളം വർദ്ധിപ്പിക്കണമെന്നോട് സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ചില്ലേ? എന്താ നടപ്പിലാക്കിയോ? അതുപോലത്തെ ഒരുപാട് വിധികൾ. ഞാൻ ചോദിക്കട്ടെ, ഈ നിരീശ്വരവാദികളായ സംസ്ഥാന ഗവൺമെന്റ്, കേരളത്തിലെ പിണറായിയുടെ ഗവൺമെന്റ് ശബരിമലയെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തകർക്കുന്നതിന് വേണ്ടിയെടുത്ത നിലപാടിന്റെ ഭാഗം മാത്രമാണ്. അത് സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിൽ ഒരു ഈ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ദേവസ്വം ബോർഡ് സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിലാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാന ഗവൺമെന്റാണ് ഒരു തീരുമാനം എടുക്കേണ്ടത്. അതിന് ബില്ല് കൊണ്ടുവരാൻ കേന്ദ്ര ഗവൺമെന്റ് സാധിക്കില്ല. അത് സംസ്ഥാന ഗവൺമെന്റാണ് സാധിക്കും. സംസ്ഥാന ഗവൺമെന്റിന്റെ അധികാരപരിധിയിൽ ഒരു കാര്യമാണ്. അതുകൊണ്ട് ഒരു ചർച്ച ഇവിടെ അവസാനിക്കാൻ വേണ്ടി പോവുകയാണ്. കണ്ണൂരിലെ രാഷ്ട്രീയ പാരമ്പര്യവും രാഷ്ട്രീയത്തിന്റെ ഊർജ്ജവും ആവേശവും ഒക്കെ കലർന്ന വളരെ സജീവമായ ചർച്ചയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇനി അവസാന റൗണ്ടിൽ 3 നേതാക്കന്മാരും അവർക്ക് ഏറ്റവും ഒടുവിലായി പറയാനുള്ളത് വളരെ ചുരുക്കി, നമ്മുടെ നാട്ടിലെ ജനങ്ങൾ നിങ്ങളുടെ മുന്നണിക്ക്, നിങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് എന്ത് കണ്ട് വോട്ട് ചെയ്യണം, എന്താണ് നിങ്ങൾക്ക് അവരോട് പറയാനുള്ളത് എന്നുള്ള കാര്യം വളരെ ചുരുക്കം
വാക്കുകളിൽ 3 നേതാക്കളും വിശദീകരിക്കാം. വളരെ നിർണായകമായ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ജീവവായുവായി നാം കരുതിപ്പോരുന്ന മതേതരത്വം കാത്തുസൂക്ഷിക്കാൻ വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിജയിക്കേണ്ടതാണ്. അതിന് എല്ലാ ജനാധിപത്യ വിശ്വാസികളുടെയും പിന്തുണ അനിവാര്യമാണ്. ഞങ്ങൾ വളരെ പോസിറ്റീവായിട്ടുള്ള 3 പ്രധാന നയങ്ങളിൽ ഊന്നിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കുന്നത്. ശ്രീ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം എല്ലാവർക്കും മിനിമം വരുമാനം ഉറപ്പുവരുത്തുന്ന മിനിമം ഇൻകം ഗ്യാരണ്ടി ചെയ്യുന്ന ഒരു പദ്ധതി കോൺഗ്രസ് വിഭാവനം ചെയ്യുകയാണ്. അതുപോലെ തന്നെ മുഴുവൻ കർഷകരുടെയും അവർക്ക് എല്ലാവിധ സംരക്ഷണവും നൽകുന്ന ഒരു പദ്ധതി കോൺഗ്രസ് വിഭാവനം ചെയ്യുകയാണ്. അതുപോലെ തന്നെ കാർഷിക കടങ്ങൾ എഴുതിത്തള്ളുമെന്ന ദേശീയ അടിസ്ഥാനത്തുള്ള ഒരു പദ്ധതി കോൺഗ്രസ് പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ ജനങ്ങൾക്ക് മുൻപ് പറഞ്ഞ കാര്യങ്ങളെല്ലാം, ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളെല്ലാം പരമാവധി നടപ്പിലാക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ച ഒരു പാർട്ടി എന്ന നിലയിൽ, ഒരു മുന്നണി എന്ന നിലയിൽ കൂടുതൽ പ്രതിജ്ഞാബദ്ധമായ മനസ്സോടുകൂടിയാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്, ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോകുന്നത്. കേരളത്തിൽ ആ ഒരു മുന്നേറ്റത്തെ തടയാൻ, ആ മുന്നേറ്റത്തെ ദുർബലപ്പെടുത്താനാണ് കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസ് അധികാരത്തിൽ വരാൻ, BJPയെ താഴെയിറക്കാൻ ജനാധിപത്യ വിശ്വാസികൾ വോട്ട് ചെയ്യേണ്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനാണ്. അല്ലാതെ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്ത് ആ വോട്ട് വേസ്റ്റ് ആകുന്ന ഒരു സാഹചര്യം ഈ സംസ്ഥാനത്ത് നമ്മുടെ രാജ്യത്തുണ്ടാകരുത്. എല്ലാ ജനാധിപത്യ വിശ്വാസികളും രാഷ്ട്രീയം മറന്ന് കോൺഗ്രസിനെ ശക്തിപ്പെടുത്തേണ്ട സമയമാണ് ഇത് എന്ന് ഈ സന്ദർഭത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ 2 ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെയുള്ള രാഷ്ട്രീയ ഫാസിസവും അതുപോലെ തന്നെ വർഗീയ ഫാസിസവും, ആ 2 ഫാസിസത്തെയും നമ്മുടെ രാജ്യത്തു നിന്നും തൂത്തെറിയുന്നതിന് വേണ്ടിയുള്ള ഒരു തെരഞ്ഞെടുപ്പായി, ഒരു സമയമായി, ഒരു പ്രധാന വേദിയായി ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റണമെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്. 2014 തെരഞ്ഞെടുപ്പിൽ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ അക്ഷരമതി പാലിച്ച ഒരു ഗവൺമെന്റാണ് BJP ഗവൺമെന്റ്. അത് ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഈ രാജ്യത്തെ ആബാലവൃദ്ധം ജനങ്ങൾക്കും ഉപകാരപ്രദമാകുന്ന പദ്ധതികൾ നടപ്പിലാക്കിയ ഗവൺമെന്റാണ് BJP ഗവൺമെന്റ്. ഏറ്റവും അടിത്തട്ടിലുള്ള പാവപ്പെട്ട ജനങ്ങളെ അവരെ കൈപിടിച്ചുയർത്തിയ ഒരു ഗവൺമെന്റാണ് BJP ഗവൺമെന്റ്. തൊഴിലില്ലാത്ത ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ ഒരു ഗവൺമെന്റ് BJP ഗവൺമെന്റ്. വീടില്ലാത്ത ആളുകൾക്ക് 2021 ഇന്ത്യയിലെ മുഴുവൻ കുടുംബങ്ങൾക്കും വീട് നിർമ്മിച്ച് നൽകാൻ തയ്യാറായ ഗവൺമെന്റ് BJP ഗവൺമെന്റ്. അതുപോലെ തന്നെ പാവപ്പെട്ട ജനങ്ങൾക്ക് ഗ്യാസ് കണക്ഷൻ, ഉജ്ജ്വല യോജനയുടെ ഗ്യാസ് കണക്ഷൻ നൽകിയ ഒരു ഗവൺമെന്റാണ് BJP ഗവൺമെന്റ്. ഇന്ത്യയിലെ സാധാരണക്കാരന്, തൊഴിലില്ലാത്ത ചെറുപ്പക്കാരന് മുദ്രാ ബാങ്ക് യോജനയിലൂടെ തൊഴിൽ കൊടുക്കാൻ തയ്യാറായ ഒരു ഗവൺമെന്റ് BJP ഗവൺമെന്റ്. അതുകൊണ്ട് തന്നെ BJPക്ക് വളരെ ആത്മവിശ്വാസമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് വരുന്ന ഈ BJPയുടെ കേന്ദ്ര പദ്ധതികൾ നടപ്പിലാക്കിയ ഗുണഭോക്താക്കൾ BJPക്ക് അനുകൂലമായുള്ള വോട്ട് രേഖപ്പെടുത്തും. BJP ഇന്ത്യ രാജ്യത്ത് നടത്തിയ അഭൂതപൂർവമായ വികസനം, നേരത്തെ ഇവിടെ സുമേഷ് പറഞ്ഞില്ലേ, ഗെയിൽ പൈപ്പ് ലൈൻ മുതൽ അതുപോലെ തന്നെ മാഹി തലശ്ശേരി ബൈപ്പാസ് മുതൽ അങ്ങനെ രാജ്യത്ത് നടക്കുന്ന വികസനങ്ങൾ മുൻനിർത്തി BJP വോട്ട് ചോദിക്കും, BJPക്ക് വോട്ട് നൽകും. BJP ഈ തവണയും BJP വലിയ ഭൂരിപക്ഷത്തോടുകൂടി BJP അധികാരത്തിൽ വരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അതിന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. KV സുമേഷ്, തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നുള്ളതുകൊണ്ടാണ് പറയുന്നത്. ഈ ശബരിമല വിധി കേരള ഹൈക്കോടതിയിലല്ല, സുപ്രീം കോടതിയുടെ വിധിയാണ്. ആ വിധി നടപ്പിലാക്കാൻ ഭരണഘടനാ സ്ഥാപനം എന്ന നിലയിൽ കേരളത്തിലെ ഗവൺമെന്റ് ഉത്തരവാദിത്തമുണ്ട്. ആ കാര്യം മാത്രമാണ് ഗവൺമെന്റ് ചെയ്തത്. വിശ്വാസികളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് നിലപാട്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഇടതുപക്ഷവും ഏറ്റവും ശക്തമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്ന ഒരു കാര്യം, ഇന്ത്യയിൽ ഒരു മതനിരപേക്ഷ സർക്കാർ അധികാരത്തിൽ വരണം. ഇന്ത്യയെ തകർത്ത BJP അധികാരത്തിൽ പുറത്താക്കണം. അത് ഇന്ത്യയെ നിലനിർത്താൻ, ഇന്ത്യ ഇതുപോലെ നിലനിൽക്കാൻ വളരെ അനിവാര്യമാണ്. ഈ രാഷ്ട്രീയ മുദ്രാവാക്യത്തോട് ജനങ്ങൾ സഹകരിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യയിൽ ഒരു മതനിരപേക്ഷ സർക്കാർ കൊണ്ടുവരുമ്പോൾ ഇന്ത്യയിൽ ഇടതുപക്ഷത്തിന്റെ അംഗബലം വർദ്ധിക്കണം. കോൺഗ്രസ് വഞ്ചനാപരമായ നിലപാട് പല ഘട്ടത്തിലും BJPക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ഒരു ബദലായി ഒരു മതനിരപേക്ഷ ഗവൺമെന്റിനെ ഉയർത്താൻ ഇടതുപക്ഷത്തിന്റെ അംഗബലം വർദ്ധിപ്പിക്കണമെന്ന 2004 കേരളത്തിലെ ജനങ്ങളോട് ഇടതുപക്ഷം നടത്തിയ അഭ്യർത്ഥന കേരളത്തിലെ ജനങ്ങൾ മുഖവിലിക്കെടുക്കും. കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഞങ്ങൾ ഈ മണ്ഡലത്തിൽ 5 വർഷക്കാലം ശ്രീ പിണറായി വിജയന്റെ ഗവൺമെന്റ് നടത്തിയ 10,000 കോടി രൂപയിലേറെയുള്ള വികസന പദ്ധതികളും ഒരു MP എന്ന നിലയിൽ ജനങ്ങളുടെ മുന്നിൽ നിറസാന്നിധ്യമായി നിന്ന് വിദ്യാഭ്യാസവും ആശുപത്രിയും ടൗണിന്റെ നവീകരണവും ജലസംരക്ഷണവും കുള നവീകരണവും എല്ലാം ഉൾപ്പെടെ വളരെ മികച്ച മാതൃകയായി തീർന്ന ശ്രീമതി ടീച്ചറുടെ വികസന പ്രവർത്തനവും ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്. ഇടതുപക്ഷം കണ്ണൂർ പാർലമെന്റ് മണ്ഡലം ജയിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കണ്ണൂരിലെ പടക്കളം പൂർത്തിയാകുന്നു. നാളെ മറ്റൊരു മണ്ഡലത്തിൽ. നന്ദി, നമസ്കാരം.